നെയ്യപ്പത്തേൽ ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ എന്റെ ചാച്ചാ? ആറ്റുബിന്റെ പള്ളയിലുള്ളത് ആണോ പെണ്ണോ എന്ന് വേഗം പറ. എന്നിട്ട് വേണം പുറത്ത് ആണുങ്ങളോട് പറയാൻ. ഓരെവിടെ സുപ്രിയടൻ തിരക്ക് കൂട്ടുന്നുണ്ട്. ഇത് പെണ്ണ. പെണ്ണ് പെണ്ണ് നറുനിലാ പൂമോളല്ലേ മധുവർണ്ണ പൂവല്ലേ മധുര 17 നീലി ബന്നില്ലേ? ഓള് വരുന്നേ ഉള്ളൂ. പൊക്കിയും കൂടുണ്ട്. ഓടെ കാര്യത്തിനൊരു കുറവ് വേണ്ട. നിക്കി പൈക്കുന്നു. എന്നാ പിന്നെ സൂപ്പറേഡ്. എന്താ എത്ര താമസിച്ചേ? വഹിക്കുന്നില്ലേ? മാണ്ടി എന്താ വെച്ചാൽ വാങ്ങി കഴിച്ചോ? വൈദ്യത്തെ കാണാറുണ്ടോ? ഉണ്ട്. പറയുന്ന പോലെ കേൾക്കണം. ഒന്നിനും ഒരു കുറവ് വരുത്തരുത് കേട്ടോ കണരാ. ഓ എന്നാ ഇപ്പൊ ചെല്ല. എന്തിനാ ഈ ഇടങ്ങേറെല്ലാം വലിച്ചു വെക്കുന്നേ? ഊരും ജാതിയൊന്നും അറിയാത്ത പെണ്ണ. നാളെ പുലിവാലാകണ്ടെന്ന് വിചാരിച്ച് പറയുന്നതാ. നിങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ? വലിയ തങ്ങളുടെ ജാറത്തിൽ ഏതൊക്കെ ജാതിക്കാരും ഭാഷക്കാരും വരുന്നേ? വല്ലവരും വിളിച്ചിട്ടാണോ അന്വേഷിച്ച് പിടിച്ച് ഇട വരുന്നേ? പിന്നെ ഓളാണേ ഗർഭക്കാരത്തി. ആയുസുണ്ടേ കിടക്കട്ടെ. വയലിലും പറമ്പത്തും പണിക്ക് ആളും വേണ്ടേ? ഇത് അത്തറിന്റെ കുപ്പികളാ. പോരുമ്പോ കൊണ്ടുവന്നു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. പാത്തോ അതങ്ങ് വാങ്ങി വെക്ക്. നാളെ തന്നെ പോണം. ഒരുപാട് പണിയുണ്ട് അവിടെ. ആടെ സുഖാണോ? നല്ല ഇലമൊക്കെ പോയി. ഇപ്പൊ ഒക്കെ പുതുപ്പണക്കാരാ. ഷെയ്ക്കുമാരും മാറി. പഴയ മെച്ചമൊന്നുമില്ല. എന്നാലും ബിസിനസ് അല്ലേ എന്ന് വിചാരിച്ചു തുടരുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ക്ഷീണിച്ചോ? ഇരിക്കുമ്പോഴാ പ്രയാസം. നിൽക്കോ നടക്കുവാണെങ്കിൽ അത്രയില്ല. കിടക്കാനും സമയം കിട്ടിയില്ലല്ലോ, അതാ. അങ്ങനെ ആവും കഴിഞ്ഞു. അമ്പല കമ്മിറ്റിക്കാർക്ക് ആഹാരമൊക്കെ ഇഷ്ടമായി എന്നാ പറഞ്ഞത്. ഓരുടെ കാര്യത്തിലായിരുന്നു എനിക്ക് പേടി. പച്ചക്കറിയിലേ ഓർക്ക് പറ്റൂ. ഇബ്രാഹിം വന്നോണ്ട് എനിക്കൊരു സഹായമായി. ഇന്നെ കാണാൻ ഇബ്രാഹിം വന്നിനി. വേണ്ടെന്ന് പറഞ്ഞിട്ടും കുറെ അത്തന്റെ കുപ്പകൾ കടശിപ്പാത്തൂനെ ഏൽപ്പിച്ചിട്ടാ പോയെ. സേവ പിടിക്കാനാവും. ഓനാടെ എന്തൊക്കെയോ കുഴപ്പം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഷേഖിൻ്റെ ആൾക്കാരെൻ്റെ അടുത്ത് വന്നിരുന്നു. ഓരെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഓൻ്റെ ആടം വരെ പോണ്ടി വരുമോന്നാ. കാലാണേൽ അത്ര നല്ലതല്ല. പോണ്ട. പിന്നെ എനിക്ക് ഇവിടെ ആരാ? പകല് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്ഷീണിച്ചല്ലേ. അതും ഇത് ആലോചിച്ച് ആറ്റ ഉറക്കം കളയണ്ട. സമാധാനമായിട്ട് പകരം തുടങ്ങി. കൂടെ ഞാനുണ്ടല്ലോ. ഒരു ചായ, വെള്ളം ഒന്ന് കുറച്ചോട്ടെ. ഇറമുള്ളാനിക്ക ഞാൻ എത്തിപ്പോയി. എന്തിനാ ചെയ്താനേ നീ ഇവിടെ വന്ന്? ആരെയും എന്നെ വിളിച്ചോ? ഞാൻ എൻ്റെ കുതിരനെ നോക്കി നടന്നതാ. എങ്ങും കണ്ടില്ല. നടന്ന് നടന്ന് തളർന്നു. ഇറമുള്ളാനിക്ക എനിക്ക് കൂടെ ഒരു ചായ മേടിച്ചതാ. 2 ചായ. അതിന് ആദർമാനിപ്പോ എന്താ ഒരു കുറവ്? മംഗലം കഴിച്ചാലും കോളടിച്ചില്ലേ? 2 വീടന്മാരും ഒരു ഗർഭം വെറുതെ. അതിനിപ്പോ ഞാൻ ആരുടെ ഗർഭം അവന്മാരെ കണ്ടാ താങ്ങുന്നേ? പിന്നെ കാണാറിന്റെ അടുത്തേക്ക് നോക്കി ആരാ ഗർഭം ഉണ്ടാക്കിയ? നീയോ അതോ തങ്ങളോ? അതിനിപ്പോ നിങ്ങളെന്തിനാ തങ്ങളെ കൊണ്ട് പറയുന്നത്? വലിയ തങ്ങളുടെ ജാറത്തിൽ അടിമ കിടക്കുന്നത് ആരായാലും ഓരെ സഹായിക്കുന്നത് അറക്കത്തങ്ങന്മാരുടെ പതിവാ. അതാ ഓളെ കണാറിന്റെ പുറയിലാക്കി ഗർഭമെന്നറിയുന്ന പിന്നെയല്ലേ. പഴയ തുണികളുണ്ടേ കൊടുക്കണമെന്ന് ബീവിയോട് പറയാൻ പൊക്കി പറഞ്ഞു. ആ വന്ന പെണ്ണിന്റെ മാസം എടുത്തിരിക്കുമല്ലേ, അതാ പൊക്കിക്ക് വെപ്രാളം. ഓളെ നോക്കി ആരും ഇതുവരെ വന്നില്ലേ? ആര് വരാനാ? ഉണ്ടായിരുന്ന ഒരുത്തിനെ പോലീസ് പിടിച്ചോണ്ടായിരുന്നല്ലേ ഓള് പറയുന്നേ. പിന്നെ ചോദിച്ചാലും ഒന്നും പറയൂല. എണ്ണയോ കോയമ്പോ തുണിയോ എന്താന്ന് വെച്ചാ കൊടുക്ക്. ഓശാരെന്ന് പറഞ്ഞ് ഓരോരുത്തർ എന്തൊക്കെയാ കൊണ്ടുപോന്നേ. പിന്നെ ഇത് പൊക്കിന്റെയും കൂടി കാര്യല്ലേ. ഓർക്കും വീട്ടിൽ നല്ല ബുദ്ധിമുട്ട് കാണും.
ഓര് നയിച്ചുണ്ടാക്കുന്നോണ്ട് വേണ്ടേ കഴിഞ്ഞുകൂടാൻ. എല്ലാറ്റിനും കൂടി പൊക്കി ഒരാളല്ലേ ഉള്ളൂ. അതാ ഓള് നേരത്തെ പറയുന്നേ. നിനക്കിതൊന്നും വേണ്ടേ? വിധിച്ചിട്ടില്ലായിരിക്കും. അല്ല പിരാന്തനും രാത്രി മുഴുവനും ശത്ത കുതിരനെ അന്വേഷിച്ച് നടക്കണം. ആരാ ഇത് നാലാ. വരി. ഇനിയും ആണോ? ഇനി കിടന്നോ? അയ്യോ. വാതിൽ തുറക്ക്. എന്താ? പോണം. എങ്ങോട്ടാ? എന്റെ കുയിര നാം പോണു. പോട്. പാതിരയ്ക്ക് വന്നിരിക്കുന്നു പിരാന്ത്. ആറ്റെ ആറ്റെ എണീക്ക്. സുബഹി ബാങ്ക് കേൾക്കുന്നില്ലേ? പല്ലിയേച്ച് മന്ത്രിച്ച വെള്ളം കുടിക്ക്. ഞാൻ പള്ളി പോയിട്ട് വരാം. നിങ്ങൾ പിരിവിന് വരുമ്പോഴാ ഒരു കൊല്ലം കഴിഞ്ഞു ഒന്ന് തിരിയുന്ന. ഇനി 1-2 ദിവസത്തേക്ക് അമ്പലപ്പറമ്പിൽ ഒരു ഒച്ചയനൊക്കെ കേൾക്കാമല്ലോ. എന്തൊക്കെയാ തവണത്തെ പരിപാടികൾ? പഴയ പോലൊന്നും അല്ല തങ്ങളെ കാര്യങ്ങളൊക്കെ. പരിപാടിയൊക്കെ പിള്ളേർ സെറ്റാ തീരുമാനിക്കുന്നത്. നമുക്കും അതാ നല്ലത്. ചെലവിനുള്ള പണമൊക്കെ ഓര് പിരിച്ചോളൂ. രസീത് കുറ്റിയും കൊണ്ട് പോകുന്നതല്ലാതെ ഇവിടുന്ന് പിരിക്കാന്ന് വെച്ചാൽ അത് നടക്കൂല. തങ്ങൾ കാണാറുള്ളതാണല്ലോ ഞങ്ങൾ കിടന്ന് നെട്ടോട്ടോടാറുള്ളത്. ഇവിടെ ആയോണ്ടാ ഞങ്ങൾ വന്നേ. ഇത്തവണ നിങ്ങളെ കൂട്ടക്കാരിലും കുറേ പേരൊക്കെ മാറി നിൽക്കുക. പണ്ടൊക്കെ പിരിവ് ഇങ്ങോട്ട് കൊണ്ടു തന്നുകൊണ്ടിരുന്നതാ. ഇപ്പോൾ ഓർക്കിടെ ചില മുറുമുറുക്കലൊക്കെ ഉണ്ട്. തങ്ങളതൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഘോഷയാത്രയൊക്കെ പോണ്ടതല്ലേ. നിങ്ങൾ എന്തിനാ കിടന്ന് ബേജാറാവുന്നത്? ഈടെപ്പോഴാ കുഴപ്പം ഉണ്ടായത്? ഇക്കണ്ട കാലമൊക്കെ ആനെ ഇന്നലത്തൊക്കെ നടന്നില്ലേ? പിന്നെന്തിനാ ഇപ്പം പ്രശ്നമാക്കുന്നത്? നിങ്ങളും രണ്ടാകാൻ പോകുന്നൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ടോണ്ട് പറഞ്ഞതേ ഉള്ളൂ. തങ്ങളുടെ പേരും അക്കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഇടയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ആനക്കൊക്കെ ഇതുവഴി നടക്കാം. ആരും തടയൂല. തടയണേ തീവണ്ടിയോ മറ്റോ തടയണം. അതാ അറയ്ക്കലെ രീതി. തീവണ്ടി തടയാനോ? ആ തീവണ്ടി. എന്താ തീവണ്ടി തടഞ്ഞൂടെ? അക്കഥ അറിയോ നിങ്ങൾക്ക്? എന്നാ കേട്ടോ. അന്ന് ഇപ്പോഴത്തെ പോലെ എല്ലായിടത്തും തീവണ്ടി നിർത്തലില്ല. കോഴിക്കോട്ട് ചെന്നിട്ട് വേണം വണ്ടി കയറാൻ. കോഴിക്കോട്ട് പോകണമെങ്കിലോ
തലശ്ശേരിയിൽ നിന്ന് കേയിൻ്റെ ജടുക്ക വരുത്തണം. അന്നാണെങ്കിൽ അതൊട്ട് അവിടെ ഇല്ലേനും. വലിയ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സിംഗപ്പൂരിൽ എത്തുകയും വേണം. അന്ന് പോയില്ലെങ്കിലോ പിന്നെ 3 മാസം കഴിഞ്ഞേ സിംഗപ്പൂരിലേക്ക് കപ്പലുള്ളൂ. വീട്ടുകാരും നാട്ടുകാരും ആലോചിച്ച് ഒരാൾ തങ്ങളോട് ചോദിച്ചു, എന്താ ഇക്കുറി പോകുന്നില്ലേ? കൂസലില്ലാതെ തങ്ങൾ പറഞ്ഞ്, നമ്മൾ തീവണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോവും. കേട്ടയാൾ അമ്പരന്തോണ്ട് പറഞ്ഞ്, തമാശയാക്കല്ലേ തങ്ങളെ. തങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞ്, എന്നാ ഞങ്ങൾ നാളെ കണ്ടോളി. തങ്ങൾ പറഞ്ഞ പോലെ പറ്റിച്ച്. രാവിലെ വേലക്കാരെ കൊണ്ട് വീട്ടു സാധനങ്ങളൊക്കെ എടുപ്പിച്ചോണ്ട് തീവണ്ടിപ്പാളത്തിൻ്റെ അടുത്തേക്ക് നടന്ന് എന്നിട്ട് ആടങ്ങനെ കണ്ണ് പടച്ചുകൊണ്ട് എന്ന് മന്ത്രിച്ച്. ചീറിപ്പാഞ്ഞു പോകാറുള്ള വണ്ടി അന്ന് തങ്ങൾ നിന്നിടത്ത് വന്ന് നിന്ന്. അത്ഭുതത്തോടെ നോക്കിയെന്ന് വേലക്കാരോട് തങ്ങൾ പറഞ്ഞ്, എന്താ ശൈത്താന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? സാധനങ്ങൾ കയറ്റി വെക്കി, വണ്ടി ഇപ്പം വിടും. സാധനങ്ങൾ കയറ്റി വെച്ചതും വണ്ടി വിട്ട്. അങ്ങനെയാണ് ഇവിടെ തീവണ്ടി നിർത്താൻ തുടങ്ങിയതും തീവണ്ടി ആപ്പീസ് ഉണ്ടായതും. ഒക്കെ സംസ്കൃതത്തിലാ. പിന്നെ കൈകൊണ്ട് കാണിക്കുന്ന മുദ്രയെ അറിയണം. മനസ്സിലാക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും മാപ്പിളാർക്ക് എന്ത് മനസ്സിലാവാനാ? നിങ്ങളുടെ പുരാണത്തിലെ കഥയൊക്കെ ഞമ്മക്ക് തിരിയും. പക്ഷേങ്കിൽ നമുക്കൊരു കാര്യം പിടിച്ച്, ഈ പെമ്പറനാത്തിൻ്റെ ഒരു കേമത്തം. ഈടുള്ള കോലങ്ങളിലൊക്കെ നമ്മൾ ആണുങ്ങളുടെ വേഷമല്ലേ കാണാറുള്ളൂ. ഇതെനിക്കൊരു പുതിയതാണ്. നമ്പ്യാരെ ഓളെ ഞമ്മക്കൊന്ന് പരിചയപ്പെട്ടു. അതെന്തിനാ തങ്ങളെ? നമ്മുടെ ബീബീൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണ. ഓളെ ഞമ്മക്ക് ഈ കളി പഠിപ്പിക്കണം, അല്ലേ ബീബി? തങ്ങൾ ഒരു തമാശക്കാരൻ തന്നെ. നമ്പ്യാരെന്താ കരുതുന്നത്? മാപ്പിള പെൺകുട്ടികൾക്ക് ഒപ്പന മാത്രമേ പറ്റുന്ന? നോക്കിക്കോ, നമ്മുടെ മോളിൽ കളി പഠിക്കുന്നു. പക്ഷേങ്കിൽ ഇങ്ങടെ ഉത്സവത്തിന് നടത്താൻ ഇടങ്ങേറ് നിൽക്കരുത്. കണ്ടോ നമ്പ്യാർ ഒഴിഞ്ഞു മാറുന്ന? താങ്കൾ എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കുട്ടികൾ വേഷം കെട്ടിയാലും പലയിടത്തും നടത്താൻ സമ്മതിക്കുകയില്ല. ഓരോ അമ്പലത്തിലും ഓരോ കുടുംബത്തിന്റെ അവകാശ. ആ സമുദായത്തിൽപ്പെട്ടവരെ അവിടെ നടത്താൻ സമ്മതിക്കൂ. ഇപ്പോഴാ അന്യജാതിക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ കുട്ടിയും അങ്ങനെയുള്ളതാ. അതിനൊരു അരങ്ങുമായി. അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്ക് കാശ് കൊടുക്കുക, അതൊരു പരിപാടിയായി അല്ലേ? എന്താ ബേബി, വല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? അടിവയറ്റില് വല്ലാത്ത വേദന, ഇരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോണോ? എന്നെ ഒന്ന് താങ്ങിക്കോ. എന്താ, എന്ത് പറ്റി? അബ്ദുൽമാനോട് ഒരു കസേരയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബീവിക്ക് നൊമ്പലം വന്നു എന്നാ തോന്നുന്നത്. പെണ്ണാ? കുട്ടീൻ്റെ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. മുക്കറി വേഗം ബാങ്ക് കൊടുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദൻ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദൻ കുഞ്ഞി ബീവി റസൂലല്ലാഹ്, അഷ്ഹദൻ മുഹമ്മദ് റസൂലല്ലാഹ്. നിർത്ത്. ഈ മന്ത്രിച്ച ചരടും കൂടി അങ്ങക്ക്. ഓൻ ഓർക്കാൻ കണ്ട സമയം. ഈടെ തൂങ്ങി നിൽക്കാതെ കണാറിൻ്റെ വീട്ടിൽ പോയി ആ പെണ്ണിൻ്റെ കാര്യം എന്തായാലും നോക്ക്. അബ്ദുൽമാനെ, നീയും കൂടി ചെല്ല്. നീലി എന്താടാ? നീലിക്ക് എന്തോ പറ്റി? ഓക്ക് വേദന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓളങ്ങ് തളർന്നു, തീർന്നുമില്ല.
ഓടെ കൂടെ ആരുണ്ടടാ? പരത്തിപ്പേറ്റിച്ചുണ്ടേ. പിന്നെ കാണാറുണ്ട് പെണ്ണുങ്ങളും. പിന്നെ എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്ന് പറയാൻ പൊക്കി പറഞ്ഞു. ഇന്നെപ്പോലുള്ള നോക്കിക്കുമ്പോഴാ ഓക്ക് നൊമ്പലം കിട്ടുന്നത്. എടുത്തോണ്ട് പോടാ ആശുപത്രിയിലോട്ട്. ഓർഡാ അടുത്തിട്ട് വിവരം തന്നെ അറിയിക്കണം. വേഗം ചെല്ലേ.